സാന്നിധ്യം, പുറമേ അനുഭവിച്ച സാന്നിധ്യം ഇപ്പൊ അവൻ്റെ അകത്താ. അതുകൊണ്ട് അവൻ ചുമക്കുന്ന ഈ മഹത്വത്തിൻ്റെ തീ നിമിത്തം അവൻ്റെ ത്വക്ക് പ്രകാശിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇങ്ങനെ ഒരു സാന്നിധ്യം ചുമക്കുന്ന ഒരു ലെവൽ ദൈവസഭയ്ക്കുണ്ട്. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. അവിടേക്ക് പോകണ്ടേ? അവിടേക്ക് എത്തണ്ടേ? കണ്ടത് മതിയോ? അനുഭവിച്ചത് മതിയോ? പോരാ, ഇത് ചുമക്കണം. ഇത് ഞാനും നിങ്ങളും ചുമക്കാമെന്നുണ്ടെങ്കിൽ നമ്മളെ തന്നെ ഒരു സുവിശേഷമാക്കാൻ ദൈവത്തിന് കഴിയും. ഇനി നാം സുവിശേഷം പറഞ്ഞില്ലെങ്കിൽ പോലും, പറയണം, അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പറഞ്ഞില്ലെങ്കിൽ പോലും ചിലരിങ്ങോട്ട് വരും. എൻ്റെ ജീവിതത്തിൻ്റെ ഒത്തിരി അനുഭവങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ ഇന്നലെ ഞാൻ ഡ്യൂട്ടി ചെയ്തിട്ടാണ് ഞാൻ വന്നത്. ഇന്നലെ ഞാൻ ഡ്യൂട്ടിയിലിരുന്നപ്പോൾ സംഭവിച്ച ഒരു കാര്യം പറയാം. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആ നാട്ടുകാരിയായ ഒരു വ്യക്തി, പുള്ളിക്കാരത്തി ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ആരുമായിട്ടും പുള്ളിക്കാരത്തിൻ്റെ ഒരു പേഴ്സണൽ കാര്യങ്ങൾ സംസാരിക്കത്തില്ല. ചില ആൾക്കാർ അങ്ങനെയാണല്ലോ, അവരുടെ വ്യക്തിപരമായ ഒരു കാര്യങ്ങളും ഷെയർ ചെയ്യത്തില്ല. എന്നാൽ ഞാൻ ഈ പുള്ളിക്കാരത്തിയുടെ കൂടെയാണ് ഒത്തിരി പ്രാവശ്യം ജോലി ചെയ്തിട്ടുള്ളത്. ഒത്തിരി ക്ലിനിക്സ് ഒരുമിച്ച് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഒരുമിച്ച്. അപ്പോൾ ഇന്നലെ എന്നെ കണ്ടപ്പോൾ ഞാൻ ഡ്രസ്സ് മാറി എയർപോർട്ടിലോട്ട് വരാനായിട്ട് ഞാൻ ചേഞ്ചിങ് റൂമിലാണ്, പുള്ളിക്കാരത്തി ഡ്യൂട്ടിക്ക് വരികയാണ്. എന്നെ ഇങ്ങനെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കറിയില്ല നീ ഈ കാര്യം അറിഞ്ഞോ എന്ന്. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല. എന്താണ്? പുള്ളിക്കാരത്തിയുടെ ഒരു വ്യക്തിപരമായൊരു വിഷയം. പെട്ടെന്ന് പുള്ളിക്കാരത്തിയുടെ ഹസ്ബൻഡിന് സുഖമില്ലാതെ വന്നു, ഒരു കാർഡിയാക് സർജറി ചെയ്യേണ്ടി വന്നു. ഈ കാര്യം എന്നോട് പറയുക. ഞാൻ ഓർത്തു, ഈ പുള്ളിക്കാരത്തി ആരോടും ഒന്നും പറയത്തില്ല, എന്തിനായിരിക്കും എന്നോട് ഷെയർ ചെയ്യുന്നത്? ഞാനിതെല്ലാം ഇങ്ങനെ തലയാട്ടി കേട്ടു. എന്നിട്ട് പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞു, ഐ നീഡ് യുവർ പ്രേയേഴ്സ്. How did she know that I will pray? എങ്ങനെ മനസ്സിലായി? ഈ വ്യക്തി എന്നോട് ചില നാളുകൾക്ക് മുമ്പ് ഒരിക്കൽ എന്നോട് ചോദിച്ചു, എത്ര ബിസി ആണെങ്കിലും നിനക്കെങ്ങനെ ഇങ്ങനെ കാമായിട്ടിരിക്കാൻ പറ്റുന്നേ? നിനക്കെങ്ങനെ ഇങ്ങനെ സ്വസ്ഥമായിട്ട്, ഭയങ്കര ബഹളം വെച്ച്, കൺസൾട്ടൻ്റ് ബഹളം വെച്ചാൽ, എന്തെല്ലാം ബഹളം വെച്ചാലും കൃപയാൽ കേട്ടോ, ഇങ്ങനെ കാമായിട്ടങ്ങ് ജോലി ചെയ്യാനുള്ളൊരു കൃപ കർത്താവ് തന്നിട്ടുണ്ട്. അപ്പം അന്ന് ഞാൻ പുള്ളിക്കാരത്തിരുന്ന് പറഞ്ഞു, ഇറ്റ്സ് നോട്ട് മീ, ഐ എം ക്യാരിങ് സംബഡി ഹൂ ഹാസ് കാംഡ് ദ സ്റ്റോംസ്. കടലിനെ ശാന്തമാക്കിയിട്ടുള്ള, ഈ ഭൂമിയിലുള്ള സകലതിനെയും സ്വസ്ഥമാക്കാൻ കഴിയുന്ന ഒരുവൻ എൻ്റെ ഉള്ളിലുണ്ട്. ദാറ്റ്സ് വൈ ഐ എം ഏബിൾ ടു ബി കാം ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് സ്റ്റോം. അത് പുള്ളിക്കാരത്തിയുടെ തലയിലിരുന്നു. സാന്നിധ്യം ചുമക്കണമെന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? കർത്താവേ, കണ്ടതാ ഞങ്ങൾ, കണ്ടല്ലേ തുടങ്ങിയത്. ദാറ്റ് വാസ് ഹിസ് എൻകൗണ്ടർ പ്ലേസ്. കണ്ടു തുടങ്ങിയതാ. ചില സമയങ്ങളിലെങ്കിലും ആ സാന്നിധ്യത്തിനകത്തേക്ക് പല പ്രാവശ്യം ആരാധനയുടെ നടുവിലും ശുശ്രൂഷകളുടെ നടുവിലും നമ്മെ ദൈവം കൊണ്ടുപോയിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ പറയണം, ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ, കർത്താവേ ഹല്ലേലൂയ, ഈ സാന്നിധ്യം എൻ്റെ ഉള്ളിൽ വരണം, ഈ തീ എൻ്റെ ഉള്ളിൽ വരണം. ഹല്ലേലൂയ, സ്തോത്രം. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു എന്ന് ലോകത്തിന് മനസ്സിലാകണം. ഹല്ലേലൂയ, സ്തോത്രം. അതിനായി ഉള്ള ഒരു ഒരുക്കം ഈ ദിവസങ്ങളിൽ നമ്മുടെ ഉള്ളിലുണ്ടാകട്ടെ. നമ്മൾ ആഗ്രഹിച്ചാലുണ്ടല്ലോ, നമുക്ക് വേണ്ടി കർത്താവ് അത് ചെയ്തു തരും. സാന്നിധ്യം പെട്ടെന്ന് പ്രാർത്ഥനയിൽ വന്നതുകൊണ്ട് ഞാൻ ആ ഒരു വിഷയം അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. ഈ ദിവസങ്ങളിൽ നാം ചിന്തിക്കുന്നതിന് ഒരു
ഒരു കുറിവാക്യം വായിക്കാൻ ആഗ്രഹിക്കുക. ദൈവസഭ എന്ന് പറയുന്ന ഒരു വിഷയമാണ് നമ്മൾ ചിന്തിക്കുന്നത് എങ്കിൽ പോലും ഒരു വാക്യം, ആ വാക്യം ദ പാഷൻ ട്രാൻസ്ലേഷനകത്തു നിന്നാണ് എനിക്ക് വേണ്ടിയത്. കിട്ടിയില്ല. ഓക്കെ, റോമൻസ് 8:28 TPT എന്നിട്ടാൽ കിട്ടും. TPT, ദ പാഷൻ ട്രാൻസ്ലേഷൻ. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം. നമുക്ക് വളരെ പരിചയമുള്ള വാക്യം അല്ലേ? ഇല്ല, ഉള്ള ട്രാൻസ്ലേഷൻ ഇട്ടോ, കുഴപ്പമില്ല. എന്താ ആ വാക്യം? വായിക്കാമോ? എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. So we are convinced that every detail of our lives is continually woven together for good, for we are his lovers who have been called to fulfill his designed purpose. ദ പാഷൻ ട്രാൻസ്ലേഷൻ അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. ഒരു പ്രാവശ്യം കൂടെ ഞാൻ വായിക്കാം, ശ്രദ്ധിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ഒരു കാര്യത്തിൽ കൺവിൻസ്ഡ് ആണ്. നമുക്ക് മലയാളത്തിൽ നാം അറിയുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ ഈ ട്രാൻസ്ലേഷൻ പറയുന്നു വി ആർ കൺവിൻസ്ഡ്. കൺവിൻസ്ഡ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഹല്ലേലൂയ, കൺവിൻസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില കാര്യങ്ങളിൽ അങ്ങ് ഉറച്ചു, നമുക്കത് നന്നായിട്ട് മനസ്സിലായി. നമ്മൾ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ പറയത്തില്ല ഐ ആം നോട്ട് കൺവിൻസ്ഡ്, എനിക്കത് അത്ര അങ്ങോട്ട് എനിക്ക് എഗ്രി ചെയ്യാനൊന്നും പറ്റുന്നില്ല. പക്ഷേ ഇവിടെ പറയുകയാണ് ഐ ആം കൺവിൻസ്ഡ്. എനിക്കൊരു കാര്യം ഭയങ്കര ഉറപ്പാണ്. എന്താണ് ആ ഉറപ്പ്? എവ്രി ഡീറ്റെയിൽ ഓഫ് മൈ ലൈഫ് ഈസ് കണ്ടിന്യൂലി വോവൻ ടുഗദർ ഫോർ ഗുഡ്. ഹല്ലേലൂയ. അതായത് ഹല്ലേലൂയ, ഈ വീവ് എന്ന് വെച്ചാൽ എന്താണ്? നെയ്ത് ചേർക്കുക. ഹല്ലേലൂയ, സ്തോത്രം. നെയ്ത് ചേർത്തിരിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ നടന്നത്, എൻ്റെ 21-ാമത്തെ വയസ്സിൽ നടന്നത്, എൻ്റെ 30-ാമത്തെ വയസ്സിൽ നടന്നത്, എൻ്റെ 45-ാമത്തെ വയസ്സിൽ നടക്കാൻ പോകുന്നത്, ഇതെല്ലാം കൂടെ ഹല്ലേലൂയ ഞാൻ നോക്കുമ്പോൾ ചിലതൊക്കെ ശരിയല്ലെന്നും ഇതൊന്നും ഇങ്ങനെ വേണ്ടായിരുന്നെന്നും ഒക്കെ തോന്നും. പക്ഷേ ദൈവം പറയുകയാണ് ഞാൻ ഇതെല്ലാം കൂടെ ഹല്ലേലൂയ സ്തോത്രം തുന്നിച്ചേർക്കുകയാണ്, നെയ്ത് ചേർക്കുകയാണ്. എന്തിനു വേണ്ടി? ഹല്ലേലൂയ, അതിൻ്റെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഗോയിങ് ടു ബി എ സംതിങ് വെരി ഗുഡ്. ഹല്ലേലൂയ. എന്തൊക്കെയോ നന്മയ്ക്കായി, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, സകലതും നന്മയ്ക്കായി ദൈവം കൂടി വ്യാപരിപ്പിക്കുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. പക്ഷേ ഈ കൂടി വ്യാപരിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? ഹല്ലേലൂയ, ഇതെല്ലാം കൂടി ഇങ്ങനെ നെയ്ത് ചേർക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? ഹല്ലേലൂയ, സ്തോത്രം. ബിക്കോസ് വി ഹാവ് ബീൻ കോൾഡ് ടു ഫുൾഫിൽ ഹിസ് ഡിസൈൻഡ് പർപ്പസ്. ഹല്ലേലൂയ, ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിനെ ഇങ്ങനെ നെയ്ത് ചേർക്കുന്നത്. സിമ്പിൾ എക്സാമ്പിൾ. ഹല്ലേലൂയ, സ്തോത്രം. ഒരു സാരി ഡിസൈൻ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഹല്ലേലൂയ, ഈ സാരി ഡിസൈൻ ചെയ്യുമ്പോൾ ഈ ഡിസൈൻ ചെയ്യുന്ന വ്യക്തിയുടെ ഉള്ളിൽ ആ സാരിയുടെ ഒരു ഔട്ട്കം ഉണ്ടല്ലേ? ആ സാരി എങ്ങനെ ആയിരിക്കും, ഏറ്റവും അവസാനം ആ സാരി എങ്ങനെയാണ് ആയിരിക്കേണ്ടതെന്ന് ഈ വ്യക്തിക്ക് നന്നായിട്ടറിയാം. പക്ഷേ ഇത് നെയ്തെടുക്കുന്ന സ്ഥലത്ത് പോയാൽ അവിടെ കുറേ പച്ചക്കളർ, ഇവിടെ കുറേ നീലനൂല്, ഇവിടെ ഹല്ലേലൂയ കുറുകിന് വേറെ സാധനം, പിന്നെ വല്ലാത്ത അടിയും ബഹളവും ഇല്ലേ? അങ്ങോട്ട് വലിക്കുന്നു, ഇങ്ങോട്ട് വലിക്കുന്നു. ആ സ്ഥലം കാണാൻ വല്ല ഭംഗിയുണ്ടോ? ഒരു ഭംഗിയുമില്ല. ഹല്ലേലൂയ. പിന്നെ അവിടെയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആ അന്തരീക്ഷം അത്ര വലിയ സുഖമുള്ളതല്ല. നെയ്ത്തുശാലയിൽ എപ്പോഴെങ്കിലും പോയിട്ടുള്ളവരുണ്ടോ? ഹല്ലേലൂയ, സ്തോത്രം. ഇനിയിപ്പോൾ പോയിട്ടില്ലെങ്കിൽ നിങ്ങൾ അവിടുത്തെ സ്മെല്ലൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ലെന്നും യൂട്യൂബിലൊക്കെ നോക്കിയാൽ നമുക്ക് ഈ സാധനം എങ്ങനെയാണെന്നെങ്കിലും ഒക്കെ മനസ്സിലാകാനായിട്ട് കഴിയും. അവിടുത്തെ അന്തരീക്ഷം അത്ര സുഖമെന്നുള്ളതൊന്നുമല്ല. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവിടുത്തെ ഹല്ലേലൂയ ആ അറ്റ്മോസ്ഫിയറിൻ്റെ സ്മെല്ലൊന്നും അത്ര രസകരമായ കാര്യമല്ല. ചെന്ന് നിന്ന് നോക്കുമ്പോൾ ഹല്ലേലൂയ അവിടെ കുറേ കളറും ഇവിടെ കുറേ കളറും, ഹല്ലേലൂയ, സ്തോത്രം, അങ്ങനെ പല കാര്യങ്ങളൊക്കെയാണ്
രീതിയിലാണ് നടക്കുന്നതെങ്കിൽ പോലും ഹല്ലേലൂയ, there is a definite design. ആ സാരി ഡിസൈൻ ചെയ്തിരിക്കുന്ന വ്യക്തിയുടെ ഉള്ളിൽ ഒരു വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്, ഒരു വ്യക്തമായ ഡിസൈൻ ഉണ്ട്. ഹല്ലേലൂയ. ആ ഡിസൈൻ പുറത്തു വരാൻ വേണ്ടിയിട്ടാണ് ഈ ഊടും പാവും തമ്മിൽ ഹല്ലേലൂയ അടിച്ചടിച്ചടിച്ച് പല നിറത്തിലുള്ളത് ചേർത്ത് 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 ചില സമയത്തൊക്കെ അത് നിർത്തിയിട്ട് അതിനെ ഇങ്ങനെ ചേർത്ത് വെക്കും. കാരണം ഇടയ്ക്കൊരു ഗ്യാപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ടില്ലേ. ഹല്ലേലൂയ, സ്തോത്രം. അത്തരത്തിലൊരു പരിപാടിയാണ് സ്വർഗം നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഒരു ദൈവസഭയെ സംബന്ധിച്ചിടത്തോളവും ഇത്തരം കാര്യങ്ങളാണ് നടക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഇനി നമ്മൾ ഈ ദൈവസഭയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന, തുടങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലം ഏദൻ തോട്ടമാണ്. ഏദൻ തോട്ടം വാസ്തവത്തിൽ ദൈവസഭയുടെ ഒരു നിഴലായിട്ട് നമുക്ക് പഠിക്കാൻ കഴിയും. അതിനകത്ത് ഒത്തിരി മർമ്മങ്ങൾ മറഞ്ഞു കിടപ്പുണ്ട്, ഒത്തിരി മർമ്മങ്ങൾ മറഞ്ഞു കിടപ്പുണ്ട്. ആ ഏദൻ തോട്ടം മാത്രമല്ല നമ്മുടെ വിഷയം, അതുകൊണ്ട് അതിൻ്റെ അകത്തോട്ട് ഒത്തിരി ഡെപ്തിലേക്ക് ഞാൻ പോകത്തില്ല. എങ്കിലും ഈ വേദപുസ്തകം നാം ശ്രദ്ധിച്ചു നോക്കിയാൽ വേദപുസ്തകം ശരിക്കും ഒരു തോട്ടത്തിൽ നിന്ന് തുടങ്ങി വേറൊരു തോട്ടത്തിൽ അവസാനിക്കുന്നത് അല്ലേ. ഏദൻ തോട്ടത്തിൽ തുടങ്ങി വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൽ മറ്റൊരു മനോഹരമായ തോട്ടത്തിലാണ് ഈ പുസ്തകം അവസാനിക്കുന്നത്. അതെന്തൊരു ബ്യൂട്ടിയാണെന്ന് നോക്കിക്കേ. നീണ്ട വർഷങ്ങൾ, 1400-ലധികം വർഷങ്ങൾ പല മനുഷ്യരെ കൊണ്ട് പരിശുദ്ധാത്മാവ് എഴുതിപ്പിച്ചിട്ട് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ അവസാനിപ്പിക്കാൻ കഴിയുന്ന നമ്മുടെ ദൈവത്തെ പോലുള്ളൊരു ഓദർ വേറെ എവിടെയുണ്ട്? ഈ 1400 വർഷം ഇത്രയും മനുഷ്യരെ കൊണ്ട് വ്യത്യസ്തമായ സംസ്കാരത്തിൽ ജീവിച്ച, വ്യത്യസ്തമായ ഭാഷ സംസാരിച്ച, വ്യത്യസ്തമായ ജീവിത രീതികളിലൂടെയും അനുഭവങ്ങളിലൂടെയും പോയ ഹല്ലേലൂയ പലരെ കൊണ്ട് എഴുതിപ്പിച്ചിട്ട് ഹല്ലേലൂയ ഈ പുസ്തകം ഹല്ലേലൂയ 1400 വർഷത്തിൻ്റെ ഗ്യാപ്പിനകത്ത് ഇത്ര മനോഹരമായി ഫിനിഷ് ചെയ്തെങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം. വെറും 80-ഓ 100-ഓ വർഷം കൊണ്ട് ഹല്ലേലൂയ നെയ്തെടുക്കുന്ന എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ മനോഹരമാക്കി തീർക്കാൻ, അതിനെ അങ്ങനെ ഒരു പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ ദൈവത്തിന് കഴിയില്ലേ? ഇവിടെ ഇരിക്കുമ്പോൾ സ്തോത്രം ചെയ്യണം, കർത്താവിനോട് പറയണം, കർത്താവേ 1400 വർഷം കൊണ്ട് ഒരു പുസ്തകത്തെ ഇത്ര മനോഹരമായി അങ്ങയ്ക്ക് നെയ്തെടുത്ത് പൂർത്തീകരിക്കാൻ കഴിയുമെങ്കിൽ എൻ്റെ ഈ കൊച്ചു ജീവിതം മനോഹരമായി നെയ്തു തീർക്കാൻ ഹല്ലേലൂയ അങ്ങയ്ക്ക് യാതൊരു പ്രയാസവുമില്ല. ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്തേ, കർത്താവിനോട് പറഞ്ഞ, കർത്താവേ എൻ്റെ ഈ കൊച്ചു ജീവിതത്തെ മനോഹരമായി നെയ്ത് അവസാനിപ്പിക്കുവാൻ ഹല്ലേലൂയ ആരംഭിച്ചതിനേക്കാൾ ശ്രേഷ്ഠകരമായി അവസാനിപ്പിക്കുവാൻ ഹല്ലേലൂയ തുടക്കത്തേക്കാൾ അതിമനോഹരമായ ഒരു ഒടുക്കം തരുവാൻ ഹല്ലേലൂയ കഴിയുന്ന ഒരു ദൈവമുണ്ട്. അവനാണ് എൻ്റെ ഉടമസ്ഥൻ, അവൻ എൻ്റെ വീണ്ടെടുപ്പുകാരനാണ്, അവൻ എൻ്റെ രക്ഷകനാണ്, അവൻ എൻ്റെ രാജാവാണ്, എല്ലാറ്റിനേക്കാളും അവൻ എൻ്റെ ആത്മമണവാളനാണ്. റഖേഷ് മനദികാലഗന്ധുനാര. ഞാൻ പറഞ്ഞല്ലോ, 2 തോട്ടങ്ങളുടെ ഇടയിലുള്ള ഒരു പുസ്തകമായത്. തോട്ടം പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം കൂടെ പറഞ്ഞേച്ച് അവിടെ നിന്ന് പോകാം. വേദപുസ്തകത്തിൽ ഒത്തിരി തോട്ടങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷേ നാമുമായി ബന്ധപ്പെട്ട് 4 പ്രധാനപ്പെട്ട തോട്ടങ്ങളുണ്ട്, മനുഷ്യനുമായി ബന്ധപ്പെട്ട്. അതിൽ ഒന്നാമത്തെ തോട്ടം ഏദൻ തോട്ടമാണ്. 4-ാമത്തെ തോട്ടം വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൽ നാം കാണുന്ന തോട്ടമാണ്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് 2 തോട്ടങ്ങൾ കൂടെയുണ്ട്. അതൊന്ന് ഗത്സമനയാണ്, ഹല്ലേലൂയ. 2 ദ ഗാർഡൻ ഓഫ് റിസറക്ഷൻ, കർത്താവ് ഉയർത്തെഴുന്നേറ്റ തോട്ടമാണ്.
ഈ 4 തോട്ടങ്ങളും ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മനോഹരമായി ചില കാര്യങ്ങൾ നെയ്തെടുത്ത് പോകുന്നത് കാണാം. ദൈവവചനത്തിൻ്റെ ബ്യൂട്ടി ഭയങ്കരമാകട്ടോ. അത് ആസ്വദിക്കാൻ തുടങ്ങിയാൽ ഇത് താഴെ വയ്ക്കാൻ തോന്നില്ല. മണിക്കൂറുകൾ വായിച്ചാലും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പം നിർത്താൻ തോന്നില്ല. വേദപുസ്തകം വായിച്ച് മടുത്തവരാരെങ്കിലും ഇവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ പുസ്തകത്തിനല്ല കുഴപ്പം, നിങ്ങൾക്കാണ് കുഴപ്പം. സ്തോത്രം. എത്ര വായിച്ചാലും മടുക്കാത്തൊരു പുസ്തകം. കാരണം ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും ഒരേ വാക്യത്തിനകത്ത് വീണ്ടും പുതിയ അർത്ഥങ്ങൾ, പുതിയ കാര്യങ്ങൾ. എന്തൊരു ബ്യൂട്ടിയാന്ന് നോക്കിക്കേ. ഹല്ലേലൂയ, സ്തോത്രം. ഈ തോട്ടങ്ങളെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിലാണ് 2-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യവും 15-ാമത്തെ വാക്യവും വായിക്കണം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 8ഉം 15ഉം. മതി. ഹല്ലേലൂയ, സ്തോത്രം. 15-ാമത്തെ വാക്യം പിന്നീട് നമുക്ക് വായിക്കാം. എൻ്റെ ചോദ്യം ഇനി ഇതുകൂടെ പറഞ്ഞിട്ട് പോട്ടെ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്യം അല്ലേ? ആദിയിൽ ദൈവം ഹെവൻസ് ആൻഡ് എർത്ത്, ഹല്ലേലൂയ, സ്തോത്രം, സ്വർഗങ്ങളും ഭൂമിയും ഉണ്ടാക്കി എന്നാണ് നമുക്കവിടെ പഠിക്കാനായിട്ട് കഴിയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. പലരും നമ്മളോട് പറയുന്ന ഒരു കാര്യം, നിങ്ങളുടെ വേദപുസ്തകത്തിന് 6000 വർഷത്തെ പഴക്കമേ ഉള്ളൂ, 6000 വർഷത്തിൻ്റെ ചരിത്രമേ നിങ്ങളുടെ പുസ്തകത്തിനകത്ത് ഉള്ളൂ. അത് മതിയല്ലോ. കാരണം ഈ പുസ്തകം മനുഷ്യന് വേണ്ടിയിട്ട് ദൈവം എഴുതി തന്നതാണ്. അപ്പോൾ പിന്നെ നമ്മളെ സൃഷ്ടിച്ചപ്പോൾ മുതലുള്ള കാര്യം പോരെ? നമ്മുടെ നിത്യത വരെയുള്ള കാര്യം പോരെ ഇതിൻ്റെ അകത്ത്? അല്ലേ അങ്കിൾ? എന്തു പറയുന്നു? വേറെ എന്തോ ഇതിൻ്റെ അകത്തിന് പറയണ്ടേ? വേറെ ഒന്നും പറയേണ്ട കാര്യമൊന്നും ഇല്ല. കാരണം ഇത് നമുക്ക് ജീവിക്കാൻ തന്ന മാനുവലാണ്. ഓരോ പ്രോഡക്റ്റും വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു മാനുവൽ കിട്ടുമില്ലേ? അപ്പം മനുഷ്യന് വേണ്ടി, മനുഷ്യന് ജീവിക്കേണ്ടത് എങ്ങനെയാണ്, മനുഷ്യൻ ഹല്ലേലൂയ, സ്തോത്രം, സംസാരിക്കേണ്ടത് എങ്ങനെ, മനുഷ്യൻ ഇരിക്കേണ്ടത് എങ്ങനെയാണ്, എഴുന്നേൽക്കേണ്ടത് എങ്ങനെയാണ്, അവൻ എങ്ങനെയാണ് സഹകരിക്കേണ്ടത്, അവൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ വേണം, പിന്നെ അവൻ്റെ നിത്യത, അവൻ്റെ സൃഷ്ടി മുതൽ അവൻ്റെ നിത്യത വരെയുള്ള മൊത്തം കാര്യങ്ങളും ഈ മാനുവലിനകത്തുണ്ട്. എന്നാൽ അങ്ങനെ പറഞ്ഞ് നമുക്ക് ഇതിനെ വിട്ടുകളയാൻ പറ്റത്തില്ല. കാരണം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യവും അതിൻ്റെ 2-ാം വാക്യവും തമ്മിൽ മില്യൺസ് ഓഫ് ഇയേഴ്സിൻ്റെ ഗ്യാപ്പുണ്ട്. കോടിക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രം അതിനകത്ത് ഹല്ലേലൂയ മറഞ്ഞിരിപ്പുണ്ട്. ഹല്ലേലൂയ. അത് മനുഷ്യന് ആവശ്യമില്ലാത്തതായതുകൊണ്ട് അതിൻ്റെ വിപുലമായിട്ടുള്ള ഹല്ലേലൂയ ഒരു ഡീപ്പ് എക്സ്പ്ലനേഷൻ തന്നിട്ടില്ലെന്നേ ഉള്ളൂ. പക്ഷേ 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യവും 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൻ്റെയും ഇടയിൽ കോടിക്കണക്കിന് വർഷത്തിൻ്റെ ഗ്യാപ്പുണ്ട്. എന്താ തെളിവ്? ഹല്ലേലൂയ, സ്തോത്രം. ഞാനും നിങ്ങളും ഹല്ലേലൂയ ആരാധിക്കുന്ന ഈ ദൈവം പരിപൂർണനായിട്ടുള്ള ഒരു ദൈവമാണ്, പൂർണ്ണതയുള്ള ഒരു ദൈവമാണ്. ഹല്ലേലൂയ, സ്തോത്രം. സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായിരിക്കുന്ന ഈ ക്രിസ്തു, ഹല്ലേലൂയ, സ്തോത്രം, പരിപൂർണതയുള്ള ദൈവം താൻ എന്തെങ്കിലും സൃഷ്ടിക്കുമ്പോൾ പാഴായിട്ടുള്ളതിനെ, ശൂന്യമായിട്ടുള്ളതിനെ സൃഷ്ടിക്കുമോ? സൃഷ്ടിക്കില്ല. കാരണം 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം നമ്മൾ വായിക്കുന്നു, ഹല്ലേലൂയ, അത് ഭൂമി പാഴായും ശൂന്യമായും തീർന്നു. ഹല്ലേലൂയ, സ്തോത്രം. മലയാളം ട്രാൻസ്ലേഷനകത്ത് ഹല്ലേലൂയ ചില ഹല്ലേലൂയ കുഴപ്പങ്ങൾ വന്നിട്ടുള്ളത് കൊണ്ട് ഹല്ലേലൂയ അതിനകത്ത് ഇങ്ങനെ മനസ്സിലാക്കണം, ഇറ്റ് ബിക്കെയിം വോയിഡ് എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇറ്റ് ബിക്കെയിം വോയിഡ്. ഹല്ലേലൂയ, അത് പാഴായി ശൂന്യമായി തീർന്നാണ്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ഒരു വസ്തു, നമ്മൾ സിമ്പിൾ എക്സാമ്പിൾ, ഹല്ലേലൂയ, സ്തോത്രം, നമ്മൾ പറയുകയാണ്
പാല് ചീത്തയായി പോയി. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ പാല് നല്ലതായിരുന്നു അല്ലേ? ഞാൻ എന്തിനാ ഈ കാര്യം നിങ്ങളോട് പറയുന്നതെന്നറിയാമോ? ആരെങ്കിലും നമ്മളോട് ഇത്തരം വിഷയങ്ങൾ സംസാരിച്ചാൽ തിരിച്ച് നമുക്കുത്തരം പറയാൻ കഴിയണം. നിങ്ങളുടെ പുസ്തകത്തിന് ഇത്രയേ ഉള്ളൂ, അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, ഇപ്പോൾ പിന്നെ കണ്ടെത്തുന്ന ഫോസിലുകൾ എന്താണ്, ഇതൊക്കെ ചോദിച്ചാൽ ഉത്തരം പറയാൻ കഴിയണം. സ്തോത്രം. പാഴായി ശൂന്യമായി തീർന്നു എന്ന് വെച്ചാൽ ഇത് പാഴല്ലാതിരുന്ന, ശൂന്യമല്ലാതിരുന്ന, ഇത് മനോഹരമായിട്ടിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. വേദപുസ്തകത്തിൽ തന്നെ തെളിവുണ്ടോ? ഉണ്ട്. യെശയ്യാപ്രവചനം 45 അധ്യായം 18 വാക്യം. തീരാനുള്ള ചില കാരണങ്ങൾ അതിൻ്റെ ഇടയ്ക്കുണ്ടായി. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, 1 അധ്യായത്തിൻ്റെ 1 വാക്യവും 1 അധ്യായത്തിൻ്റെ 2 വാക്യത്തിൻ്റെയും ഇടയിൽ മില്യൺസ് ഓഫ് ഇയേഴ്സിൻ്റെ ഗ്യാപ്പ് ഉണ്ട്. ഇടയായതാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആ ഭാഗം അങ്ങനെ പറഞ്ഞ്, ഹല്ലേലൂയ, സ്തോത്രം. It was not created. It was created not in vain. It was formed to be inhabited. Hallelujah, സ്തോത്രം. എന്നാൽ ഇത് പാഴായി ശൂന്യമായി പോയ സമയത്ത് ഹല്ലേലൂയ ചില കാര്യങ്ങൾ അവിടെ സംഭവിച്ചു. ഹല്ലേലൂയ, അതിലേക്ക് നാം മടങ്ങി വരും. ഈ 2 വാക്കുകളാണല്ലോ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പാഴായിപ്പോയി, ശൂന്യമായിപ്പോയി. ഹല്ലേലൂയ. ടോഹു ബോഹു എന്ന് പറയുന്ന 2 എബ്രായ പദങ്ങളാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ടോഹു ഈസ് ഫോംലെസ്, ബോഹു ഈസ് എംറ്റി. ഹല്ലേലൂയ, സ്തോത്രം. അതായത് ഫോംലെസ് എന്ന് പറയുമ്പം ഡിസോർഡറായി കിടക്കുന്നതിന്, ഒന്നിനും ഓർഡറില്ല, ഒന്നിനും ഒരു ഓർഡറില്ല, ഒരു കയോട്ടിക് അറ്റ്മോസ്ഫിയർ. അതായത് എല്ലാം കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, എന്നാൽ ഒന്നും ഓർഡറിലല്ല, എല്ലാം കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്ന ഒരവസ്ഥ. ഹല്ലേലൂയ, സ്തോത്രം. ബോഹു എന്ന് വെച്ചാൽ എംറ്റി, ശൂന്യമായിരിക്കുന്ന ഒരവസ്ഥ. ഹല്ലേലൂയ. പക്ഷേ ദൈവം റീക്രിയേറ്റ് ചെയ്തപ്പം ഈ 2 6 ദിവസത്തെ ക്രിയേഷൻ്റെ ഇടയിൽ, ഹല്ലേലൂയ, സ്തോത്രം, ദൈവം ആദ്യത്തെ 3 ദിവസം കൊണ്ട് ടോഹു മാറ്റി, പിന്നത്തെ 3 ദിവസം കൊണ്ട് ബോഹു മാറ്റി. ഹല്ലേലൂയ. ടോഹു എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഡർ ഇല്ലാതെ കിടക്കുക. ഹല്ലേലൂയ, സ്തോത്രം. ആദ്യത്തെ 3 ദിവസം ദൈവം എല്ലാം ഓർഡറിൽ കൊണ്ടുവന്നു. വെളിച്ചത്തെ കൊണ്ടുവന്നു, സൂര്യനെ കൊണ്ടുവന്നു, ചന്ദ്രനെ കൊണ്ടുവന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഈ ഉണങ്ങിയ നിലം കൊണ്ടുവന്നു, സമുദ്രം കൊണ്ടുവന്നു, എല്ലാത്തിനെയും ഓർഡറിലാക്കി. രണ്ടാമത്തെ എന്താണ്? ബോഹു, എംറ്റി. പിന്നത്തെ 3 ദിവസം കൊണ്ട് ഗോഡ് ഫിൽഡ് ഇറ്റ്, ദൈവം നിറച്ചു. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. അപ്പോൾ ആദ്യത്തെ 3 ദിവസം കൊണ്ട് ഹല്ലേലൂയ ദൈവം ഇതിനെയെല്ലാം ഓർഡറിലാക്കി. രണ്ടാമത്തെ 3 ദിവസം കൊണ്ട് ദൈവം ഇതിനെയെല്ലാം നിറച്ചു. എന്തിനാ ഇതൊക്കെ ബൈബിളിൽ ഇതൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട്? ഹല്ലേലൂയ. ഇനി മറ്റൊന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്, പാപ്പിറസ് ഉണ്ടാക്കി തരാമെന്ന്. പാപ്പിറസ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാ? പേപ്പർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാ. പേപ്പർ ഉണ്ടായാൽ എന്താ ഗുണം? നമുക്ക് ചിലതൊക്കെ എഴുതി വയ്ക്കാൻ കഴിയും. എഴുതി വെച്ചാൽ എന്താ ഗുണം? അത് അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. നാം വിശ്വസിക്കണം, ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ ഈ ആത്മമണ്ഡലത്തിൽ ഇത്തരത്തിലുള്ളൊരു യഥാസ്ഥാപനം നടന്നാൽ ഹല്ലേലൂയ നമ്മുടെ അടുത്ത ജനറേഷന് വേണ്ടിയിട്ട് ഹല്ലേലൂയ ചില സാക്ഷ്യങ്ങൾ എഴുതി വെച്ചിട്ട് പോകാൻ, ചില നിയമങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ട് പോകാൻ ദൈവസഭ ഇവിടെ നിലനിന്ന ഒരു ദൈവസഭയുണ്ടെന്നും ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. വിശുദ്ധ ജീവിതത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നൊക്കെ ഉള്ളത് എഴുതി അടുത്ത തലമുറയ്ക്ക് കൈമാറ്റം ചെയ്തിട്ട് പോകുവാൻ തക്കവണ്ണം നമ്മളെ എക്വിപ്പ് ചെയ്യുന്ന ഒരു പദ്ധതി ദൈവത്തിന് ഇതിന്റെ പിന്നിലുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. വേറൊരു കാര്യം ഹല്ലേലൂയ അവിടെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. എന്താണെന്നറിയാമോ? ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഞാങ്ങണ. ഈ ഞാങ്ങണയുടെ പ്രത്യേകത എന്താ? ഞാങ്ങണ മതിയായിരുന്നു മരുഭൂമിയിലെ ദൈവസഭയെ നടത്താനുള്ള ഒരുവനെ പുറത്തു കൊണ്ടുവരാൻ. ഡ്രാഗന്റെ ഹാബിറ്റേഷൻ പ്ലേസിനകത്ത് നിന്ന്
ഞാങ്ങണ തരാമെന്ന് പറഞ്ഞാൽ എത്ര പേർ വിശ്വസിക്കും? ചില ലീഡേഴ്സിനെ പുറത്തു കൊണ്ടുവരുവാൻ, ഈ ദൈവസഭയെ ഉപയോഗിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതൊരു സാധാരണ ലീഡർ ആയിരിക്കത്തില്ല. ഹല്ലേലൂയ. യോഖേബേദേ, നീ നിന്റെ കൈ കൊണ്ട് ആ പെട്ടകം ഉണ്ടാക്കുമ്പോൾ, അതിന് പശയും കീലും തേക്കുമ്പോൾ, യോഖേബേദേ, നീ വിചാരിച്ചത് നിന്റെ ഒരു കൊച്ചു കുഞ്ഞിനെ സംരക്ഷിക്കാനാണെന്നാണ്. പക്ഷേ ഡ്രാഗന്റെ ഹാബിറ്റേഷൻ പ്ലേസിനകത്ത് നിന്ന് ഉളവായി വരുന്ന ഈ ഞാങ്ങണ കൊണ്ട് ദൈവസഭ ഉണ്ടാക്കുന്ന പെട്ടകം, നിങ്ങളുടെ ബലഹീനമായ കരങ്ങൾ കൊണ്ടുണ്ടാക്കുന്നത്, നിങ്ങളുടെ ഹല്ലേലൂയ കൊച്ചു ബുദ്ധി കൊണ്ട് ഉണ്ടാക്കുന്നത്, കൊച്ചു ഹല്ലേലൂയ ശക്തി കൊണ്ടുണ്ടാക്കുന്നത്, അത് വലിയ ലീഡേഴ്സിനെ ഹല്ലേലൂയ അവരുടെ ചെറിയ പ്രായത്തിൽ പൊതിയാനുള്ളതാ. ഹല്ലേലൂയ. ആ കൊച്ചു ഞാങ്ങണ പെട്ടകം ഉണ്ടാക്കാൻ എന്തുമാത്രം റീഡ് വേണമായിരുന്നു? അല്പം മതിയായിരുന്നു. പക്ഷെ അതിനകത്ത് പൊതിഞ്ഞിട്ട് പുറത്ത് വന്നവൻ ചില്ലറക്കാരനായിരുന്നില്ല. ഇന്ന് ഈ 12ാമത്തെ ദിവസം വിശ്വസിക്കാൻ കഴിയുമോ? കർത്താവേ, ചില പാഴായ അനുഭവങ്ങൾ മാറുന്നു, ചില ശൂന്യമായ അനുഭവങ്ങൾ മാറുന്നു. ഡ്രാഗൺ ഹാബിറ്റാറ്റ് ചെയ്തിരുന്ന, ഹല്ലേലൂയ, അവൻ വസിച്ചിരുന്ന, ഹല്ലേലൂയ സ്തോത്രം, ചില അനുഭവങ്ങളിൽ കകത്ത് നിന്ന് ഹല്ലേലൂയ ചില ലീഡേഴ്സിനെ ഉളവാക്കുന്ന, ഹല്ലേലൂയ അടുത്ത തലമുറയ്ക്ക് ചിലത് കൈമാറ്റം ചെയ്യുവാൻ കഴിയുന്ന, ഹല്ലേലൂയ സ്തോത്രം 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 സ്തോത്രം. ചില ആടുകൾക്ക് വളരാൻ കഴിയുന്ന പുൽത്തകിടി പോലെ ചിലത് സ്വർഗം എനിക്കുണ്ടാക്കിത്തരും, ഞങ്ങൾക്കുണ്ടാക്കിത്തരും. വിശ്വസിക്കാമോ? വിശ്വസിക്കാമോ? ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. സ്വർഗം അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്തു തരും. ഹല്ലേലൂയ ഹല്ലേലൂയ. എൻ്റെ ജീവിതം ഹല്ലേലൂയ പരാജയപ്പെട്ട ഒരു ഏദൻ പോലെ ആയിരിക്കത്തില്ല. അവസാനത്തെ തോട്ടത്തിനകത്ത് ഒരു സിംഹാസനമുണ്ട്, അവിടെ ഒരു പളുങ്ക് നദിയുണ്ട്, അവിടെ രോഗശാന്തിക്ക് ഉതകുന്ന പലതുമുണ്ട്. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ, അത്രയും മനോഹരമായിട്ട് അതിനെ ആക്കി തീർക്കാൻ കഴിയുന്ന ഒരു ഉത്തരവാദിത്തം ആ വിധത്തിൽ ഈ ദൈവസഭയെ ദൈവം ഉപയോഗിക്കുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നാക്കിയ ഈ ദൈവസഭയെ ഈ ദേശത്ത് ദൈവം അങ്ങനെ ഉപയോഗിക്കും. മാത്രമല്ല, ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം, ദൈവസഭയെ മാത്രമല്ല എന്നെ ഉപയോഗിക്കും പലരുടെയും ശൂന്യതകൾ മാറ്റാൻ. ഹല്ലേലൂയ. പലരുടെയും കുഴഞ്ഞ അനുഭവങ്ങൾ മാറ്റാൻ, പലരുടെയും ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ മാറ്റാൻ, പലരുടെയും ഹല്ലേലൂയ മാറായെ മധുരമാക്കുവാൻ, പലരുടെയും ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ കണ്ട തീ അകത്താകുന്ന അനുഭവങ്ങൾ ഉണ്ടാകുവാൻ ദൈവമേ അങ്ങനെ സഹായിക്കും. നമുക്ക് ഒരുമിച്ച് വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു, സമർപ്പിക്കുന്നു. കർത്താവേ, ചില പാഴായ അനുഭവങ്ങൾ, ചില ശൂന്യമായ അനുഭവങ്ങൾ തകർക്കപ്പെടുവാൻ ഇടയാക്കണം. ഞങ്ങളെ അതിനായി ഉപയോഗിക്കണം. ഏൽപ്പിച്ചു തരുന്ന കർത്താവേ, മഹത്വം അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ നമുക്ക് വീണ്ടും സ്വർഗത്തിലേക്ക് ഉയർത്താം. ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത്, അനുസരിക്കുന്നവർക്ക് അത് അനുഗ്രഹവും മറുത്ത് മത്സരിക്കുന്നവന് അത് ശാപവുമായി മാറുകയും. നാം എന്തായിരുന്നുവോ, നമ്മൾ ഇന്ന് എന്തായിരിക്കുന്നുവോ എന്നത് കർത്താവ് നമ്മോട് വ്യക്തിപരമായി പറഞ്ഞ അനുഭവങ്ങളാണ്. ദൈവമൊന്നും പാഴായി സൃഷ്ടിക്കുന്നില്ല, പാഴായി പോകുകയും പാഴായി മാറുകയും. യൂദയെക്കുറിച്ച് ഒരു വാക്യം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ
വായിക്കുന്ന ഇങ്ങനെയാ, ദ്രോഹി ആയിത്തീർന്ന യൂദേന്ന്. ആയതല്ല, അവനായി മാറിയത്. പ്രൈസ് ലോർഡ്. പാഴായി ഭൂമി സൃഷ്ടിക്കപ്പെട്ടതല്ല, പാഴായി പോയതാ. പാഴാകുവാൻ കാരണങ്ങൾ ഒത്തിരിയുണ്ട്. എന്നാൽ എന്നും ആ അവസ്ഥയിൽ ദൈവമിടാൻ ഇഷ്ടപ്പെടുന്നില്ല. ആ ഭൂമിയെ ദൈവം മനോഹരമാക്കി തീർത്തു. അത് ദൈവമക്കളെ, നമ്മുടെ ജീവിതവും പാഴും ശൂന്യവും തകർച്ചയും ഒക്കെ ആയിരുന്നൊരു കാലഘട്ടമുണ്ട് നമുക്ക്. എന്നാൽ സ്വർഗത്തിൽ ദൈവം മനോഹരമായ ഒരു ജീവിതത്തിലേക്ക്, ശ്രേഷ്ഠമായ ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. നല്ല തോട്ടത്തിൽ കൊണ്ടുവന്ന് നട്ട്. പ്രൈസ് ലോർഡ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് 5-ാം അധ്യായത്തിൽ വായിച്ചാൽ, കെട്ടി അടയ്ക്കപ്പെട്ട എല്ലാമുള്ള കിളച്ച് വളവിട്ട്, എത്ര മനോഹരമായ രീതിയിൽ നമ്മെ ദൈവമാക്കി വച്ചിരിക്കുക. എന്തിനാ? ദൈവത്തിന് വേണ്ടി ഫലം കായ്ച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വർണ്ണിച്ച് ഈ ഭൂമിയിൽ കർത്തൃദാസി പറഞ്ഞതുപോലെ അവൻ്റെ മഹത്വം വഹിച്ചുകൊണ്ട് നടക്കാൻ. എന്നെ കാണുന്നവർ ദൈവത്തിൻ്റെ മഹത്വം എന്നിൽ കാണട്ടെ. ദൈവസഭയെ കാണുന്നവർ ദൈവത്തിൻ്റെ മഹത്വം ദൈവസഭയ്ക്കകത്ത് കാണട്ടെ. ഈ കാലഘട്ടത്തിൽ മഹത്വം കണ്ട ആലയത്തിലേക്ക് ആളുകൾ വരട്ടെ. തീർച്ചയായും നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇതിനകത്ത് ഹല്ലേലൂയ നമ്മളെ ആക്കി വെച്ചിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തിന് എത്ര സ്തോത്രം പറയണം, എത്ര സ്തുതി പറയണം, എത്ര മാത്രം ദൈവത്തിന് നന്ദിയുള്ളവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാഴായി ശൂന്യമായി കിടക്കുന്ന മേഖലകളെ ഈ ദിവസങ്ങൾ കർത്താവൊന്ന് പണിതെടുക്കുവാൻ നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന് ചില വാക്കുകൾ വേണം. ചില വാക്കുകൾ എസ്കേലിനോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് ഇങ്ങനെയാ, നീ പ്രവചിക്കുക, നീ പറ, ആത്മാവ് അത് ചെയ്യുന്നത് കാണും. നീ പറയാൻ തുടങ്ങിയാൽ ആത്മാവ് ചെയ്യുന്ന പ്രവൃത്തിയെ നീ കാണാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നമ്മൾ സാധ്യമല്ലാത്തത്, നമ്മൾ നടക്കുകയില്ല എന്ന് പറയുന്ന പലതും ദൈവത്തിൻ്റെ ആത്മാവ് ഈ ദിവസങ്ങളിൽ നമ്മൾ ഹല്ലേലൂയ ദൈവത്തിൻ്റെ നാമത്തിൽ പറയുവാൻ തുടങ്ങുമ്പോൾ, ദൈവത്തിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ നമ്മൾ എഴുന്നേറ്റ് പറയുമ്പോൾ കർത്താവ് സാധ്യമാക്കി തരുന്ന പ്രാർത്ഥനകളായി മാറട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്തൃകരങ്ങളിൽ ഏൽപ്പിക്കുക. കർത്താവേ, ശൂന്യതയുടെ അവസ്ഥകൾ മാറ്റി എന്നെ മനോഹരമാക്കി തീർത്ത് മനോഹരമായ സ്ഥലത്ത് കൊണ്ടുവന്ന് നിർത്തി അങ്ങയുടെ മഹത്വം വെളിപ്പെടുത്തി ഇന്ന് എന്നെ ആക്കിയ മേഖലകൾക്ക് നന്ദി പറയുന്നുവെന്ന് പറയാം. എന്നാൽ ഇന്നും ശൂന്യതകൾ, ഭാരങ്ങൾ, വേദനകൾ, ദുഃഖങ്ങൾ ഉള്ളവർ നമ്മുടെ ഇടയിലുണ്ട്. ഹല്ലേലൂയ. കർത്തൃദാസി പറഞ്ഞതുപോലെ ഇതിനകത്തുണ്ടാകുന്ന മുറിവ് ഇതിനകത്ത് തന്നെ പരിഹരിക്കപ്പെടട്ടെ. എന്നാൽ ഇതിന് പുറത്ത് മുറിവേറ്റവരുണ്ട്, ശൂന്യമുള്ളവരുണ്ട്. ഹല്ലേലൂയ. അതിനെ ഹല്ലേലൂയ പണിയുവാൻ തക്കവണ്ണം, അതിനെയും ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവം നമ്മെ വിളിച്ചിരിക്കുമ്പോൾ ആ മേഖലയിലേക്ക് സഭ എഴുന്നേൽക്കുവാനും ഈ വചനങ്ങൾ നമുക്ക് കാരണമായി തീരട്ടെ. നമ്മെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട്, ദൈവസഭയെ ഏൽപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ ദാസി വരും ദിവസങ്ങളിൽ ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ശുശ്രൂഷകളിൽ മുൻപോട്ട് ഹല്ലേലൂയ ചുവടുവെക്കുമ്പോൾ സ്തോത്രം ദൈവസഭയ്ക്ക് തൻ്റെ ശുശ്രൂഷകൾ അനുഗ്രഹമാകുവാൻ, വചനങ്ങൾ ജനത്തിന് ഗ്രഹിക്കുവാനിടയാകുവാൻ പരിശുദ്ധാത്മാവ് ദൈവസഭയെ ഒരു പുതിയ മേഖലയിലേക്ക് നടത്തുവാൻ, ചില ചിന്താഗതികളെ മാറ്റിമറിക്കുവാൻ, ചില വിചാരങ്ങളെ മാറ്റിമറിക്കുവാൻ, ചില പ്രവൃത്തികൾ നമ്മൾ കണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ കർത്താവ് നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുവാൻ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ രഞ്ജിത്ത് ബ്രദർ ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചാട്ടെ. കർത്താവെ, നല്ല പാൽക്കാലത്ത് നന്ദി പറയുന്ന കർത്താവ്, ഇന്ന് പകലും കർത്താവെ അടിങ്ങൾ കടന്നു വരുവാനും ദൈവമേ കർത്താവെ അങ്ങ് ആരാധിക്കുവാനും കർത്താവിൻ്റെ വചനം കേൾക്കുവാനൊക്കെ ദൈവം ഞങ്ങളെ സഹായിച്ചല്ലോ കർത്താവെ. അതിനോട് നന്ദി പറയുന്ന കർത്താവെ, സ്തോത്രം 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 കർത്താവെ. അങ്ങയുടെ ദാസിയിലൂടെ കേട്ട ദൈവം വചനത്തിനായി കർത്താവെ നന്ദി പറയുന്ന കർത്താവെ. ഹല്ലേലൂയ കർത്താവെ. അങ്ങയുടെ അടയ്ക്കപ്പെട്ട ദൈവമേ സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ കർത്താവെ. സ്തോത്രം കർത്താവെ. സഭയിലോട്ട് കർത്താവെ സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ കർത്താവെ. സ്തോത്രം അനേകരെ കർത്താവ് പുറത്ത് കിടന്നിരിക്കുന്ന കർത്താവ്, മുറിവേറ്റവരായ ശൂന്യമാകട്ടെ ജീവിതങ്ങളെ കർത്താവെ ഹല്ലേലൂയ ഇങ്ങോട്ട് എത്തിക്കുവാൻ തക്കവണ്ണം കർത്താവെ
അങ്ങയുടെ പ്രകാശമായി കർത്താവെ കടന്നു പോകാൻ ഞങ്ങൾ ഓരോരുത്തരെയും കർത്താവെ അങ്ങ് ഉപയോഗിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവിനോട് പ്രാഗൽഭ്യമുള്ളവരാക്കി കർത്താവെ ഞങ്ങളെ തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ യുവാസിനെ നാടുകളിൽ കർത്താവ് ഇരുന്ന് ശക്തി പ്രാപിക്കുവാനും കർത്താവെ ദൈവമേ ആ ശക്തിയായ കർത്താവ് ഞങ്ങൾ കർത്താവെ ദേശങ്ങളിൽ കടന്നു പോകുമ്പോൾ അതിലൂടെ കർത്താവ് അനേക ജീവിതങ്ങൾക്ക് പ്രകാശം ലഭിക്കുവാനും കർത്താവെ അങ്ങയുടെ സത്യം മനസ്സിലാക്കാൻ തക്കണം കർത്താവ് പ്രവർത്തിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഹാലലുയ ഹാലലുയ കർത്താവെ കേട്ട വചനങ്ങൾ കർത്താവ് ഞങ്ങളുടെ ഉള്ളത്തിൽ ക്രിയ ചെയ്യാൻ തക്കണം കർത്താവിൻ്റെ പരിശുദ്ധാത്മാവെ അങ്ങ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഞങ്ങളുടെ ദാസിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് സെഷനിലും കർത്താവ് ഏറ്റവും അനുഗ്രഹിതമായി കർത്താവെ ഞങ്ങളുടെ വചനം അറിയിക്കുവാൻ കർത്താവെ സഭയോട് കർത്താവെ കർത്താവ് അങ്ങക്ക് പറയാനുള്ളത് കർത്താവ് അറിയിക്കുവാൻ പ്രിയദാസി അങ്ങ് പ്രയോജനപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഹാലലുയ കർത്താവെ നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങളൊക്കെ കർത്താവെ അങ്ങ് മറുപടി വരുന്ന ദിവസങ്ങളെ കാണുവാൻ തക്കൊണ്ട് ദൈവം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഹാലലുയ പ്രൈസലോട് കർത്താവ് തുടർന്നുള്ള കർത്താവ് സെഷനെ അനുഗ്രഹിക്കുവാൻ വിശേഷാൽ ഇന്നത്തെ ഈവനിങ് സെഷനെ കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഇത്രത്തോളം ഞങ്ങളെ ബലപ്പെടുത്തിയല്ലോ, ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചല്ലോ കർത്താവെ, അതിനോട് നന്ദി പറയുന്ന കർത്താവെ സ്തോത്രം 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 കർത്താവെ ദൈവമേ സർവ്വമാന മഹത്വം എടുക്കണം. പുത്രനാഥത്തെ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണേ ഞങ്ങളുടെ നല്ല പിതാവേ. ആമേൻ. കർത്താവ് തന്റെ വചനത്താലും ആത്മാവിനാലും നമ്മളെ നിറച്ച് അനുഗ്രഹിച്ച് തൃപ്തിയോടെ മുടക്കുന്നത് ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം 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 സ്തോത്രം. പിതാവായ ദൈവത്തിന് സ്നേഹം, പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സഹവാസവും കടന്നു വന്ന് പ്രാർത്ഥന സഹകരിച്ച എല്ലാ ദൈവമക്കളോടും ഭൂലോക സകല വിശുദ്ധന്മാരോടും കൂടെ ഇന്നു മുതൽ കർത്താവെ അങ്ങയുടെ മടങ്ങി ഒരുവോളം ഉണ്ടായിരിക്കുമാറാക്കണമേ. നമുക്ക് ചെയ്യുന്ന കർത്താവിന് ഒരു പ്രാവശ്യം കൂടെ ഇരുകരം കൊടുത്ത് ഹല്ലേലൂയ പാടി മുഖത്ത് കൊടുത്താട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് വൈകിട്ടത്തെ മീറ്റിങ്ങും ഈ ഹാളിൽ വെച്ച് തന്നെയാണ്. സ്തോത്രം. ഞാൻ പറഞ്ഞ പോലെ ഈ ഹാളിൽ നിന്ന് നമ്മൾ ഇന്ന് വെക്കേറ്റ് ചെയ്ത് പോകേണ്ടതുകൊണ്ട് ആ കാര്യങ്ങളുടെ മീഡിയ ടീംസ് സഹോദരങ്ങൾ ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു. വചനം സംസാരിച്ച കർത്താവിൻ്റെ ദാസിയുള്ള സ്നേഹവും നന്ദിയും രേഖപ്പെടുത്തുന്നു. അടുത്ത സെക്ഷനുകളിലും കർത്താവിൻ്റെ ദാസനെ ആയിരിക്കും നമ്മുടെ മധ്യത്തിൽ സൂക്ഷിക്കുന്നത്. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കും. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.